ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം, സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നേരം വൈകിപ്പോയിട്ടോ. പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന വീഡിയോ എന്താ അറിയുക, നമ്മൾ ചില കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടിക്കോളുന്നില്ല അല്ലേ. ചില ആഗ്രഹങ്ങളായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളില്ലേ ഈ ഒരു എന്ത് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇസ്മില്ലേ, പിന്നെ 101 തവണ, ചെറിയ ഇസ്മാണ്, ചെറിയ ദിക്കറാണ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്കറാണ്. പിന്നെ ആ ഒരു ഇസ്മില്ല നിങ്ങൾ 101 തവണ ഓതിയിട്ട് നിങ്ങൾ റബ്ബിനോട് എന്ത് കാര്യം ചോദിച്ചു നോക്ക്, അതിന് ഉത്തരം ഉറപ്പാണ്. അതിനൊരു ഒരു ഒരു മടിയും പിന്നെ എന്താ പറയുക നിങ്ങൾ വിചാരിക്കേണ്ട. എന്തൊക്കെ അറിയാം, പർനിസ്കാരം കലാക്കാൻ നിസ്കരിക്കാൻ നോക്കുക. ആദ്യം വേണ്ടത് അതാണ്. പർനിസ്കാരം നിസ്കരിക്കുക, നിസ്കാരം മുന്നോട്ട് കറക്റ്റ് കൊണ്ടുപോയി നമ്മളെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിരിക്കുക. ഒരാളോട് വെറുപ്പോ അസൂയോ കുശുമ്പോ ദേഷ്യമോ വെറുപ്പോ ഒന്നും വെക്കരുത്. അതൊക്കെ നമ്മൾ മനുഷ്യൻ്റെ വികാരങ്ങളാണ്. അതിനൊക്കെ ആയുസ് അധികം ഉണ്ടാവരുത്. പെട്ടെന്ന് ആരോട് പെട്ടെന്ന് ആ ദേഷ്യം മനസ്സിൽ വെക്കരുത്. അവരെ കണ്ടിട്ട് പൊരുത്തപ്പെടിപ്പിക്കുക. അതേപോലെ എന്താ പറയുക, മറ്റുള്ള അസൂയ തോന്നാൻ പാടില്ല, കുശുമ്പ് തോന്നരുത്. അങ്ങനെയൊക്കെ ഒരു രീതി നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുകയും ചെയ്യും. അതേപോലെ നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. പിന്നെ ഇതാണ് ആ ദിക്കർ കേട്ടോ. ഈ ഒരു ദിക്കർ ചൊല്ലി, ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ റബ്ബിനോട് എന്തൊരു കാര്യങ്ങളും ചോദിച്ചു നോക്ക്. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് അധികം നീണ്ടൊന്നും പോകാതെ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉറപ്പ് തരും. അതെന്താണ്, ഇപ്പോൾ എന്ത് നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അത് ഹലാലായിരിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങളായിരിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. അതേപോലെ ഹലാലായ കാര്യങ്ങളായിരിക്കണം കേട്ടോ. ഹറാമായ കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയുക, ഖുർആനും ദിക്കറും സ്വലാത്തും ഒന്നും വെച്ചിട്ട് നമ്മൾ റബ്ബിൻ്റെ മുമ്പ് ചോദിക്കരുത്. അതിൻ്റെ ഇരട്ടി തിരിച്ചടി നമുക്ക് കിട്ടും. അതൊന്നാണ് ശ്രദ്ധിക്കണം. ഇതാണ് ആ ഇസ്മ കേട്ടോ. യാ മുജീബ് യാ അല്ലാ, യാ മുജീബ് യാ അല്ലാ എന്നുള്ള ഇസ്മ നിങ്ങൾ 101 തവണ, ചെറിയ 5 മിനിറ്റൊന്നും വേണ്ട അല്ലേ, ഒരു കുറച്ച് സമയം മതി ചെല്ലാൻ. അതെന്താക്കുക, എന്തൊരു കാര്യം റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് നിയ്യത്ത് വേണം. കൽബിൽ റബ്ബ് നമുക്ക് തരും, നടത്തി തരും. എന്താ റബ്ബിനോട് നമുക്ക് ചോദിക്കാമല്ലോ. എന്ത് ചോദിച്ചാലും തരാൻ മടി കാണിക്കാത്ത ഒരാളാണ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് നമ്മൾ റബ്ബേ ഉള്ളൂ. വേറെ ആരോട് ചോദിച്ചാൽ നമുക്കതില്ലേ നോക്കട്ടെ അങ്ങനെ പറയും. പക്ഷേ റബ്ബ് അങ്ങനെയല്ല. റബ്ബിനെ ആരോടും ചോദിക്കാനില്ല. റബ്ബ് അല്ലേ, ഏകനല്ലേ. അപ്പോൾ റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം റബ്ബിനോട് പറയുക. മറ്റുള്ളവരോടായിട്ട് ഷെയർ ചെയ്യുന്നത് വെറുതെ നമ്മൾ സമയം പോകാമെന്നല്ലാതെ പിന്നെ വെറുതെ നമ്മൾ മറ്റുള്ളവർ ചെയ്തിട്ട് കാര്യമില്ല. അവൾ പുറമേ നമ്മളോട് സങ്കടം കാണിക്കും, ഉള്ളെന്ന് നമുക്കറിയില്ല. പക്ഷേ റബ്ബിനോട് എന്ത് കാര്യം നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം, 101 തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് കാര്യങ്ങൾ എന്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു നോക്ക്, അതിന് ഉത്തരം കിട്ടും. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ പറയുക, മാഷാ അല്ലാ എന്നോ അൽഹംദുലില്ലാ എന്നോ അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളില്ല ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചേർക്കുക കേട്ടോ. ഒരു നന്മ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ, പറഞ്ഞു കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്താൽ നമുക്ക് അതിന് ഒരുപാട്, ഈ വീഡിയോയിൽ ഏതൊരു നന്മയായാലും ആരിതെന്ന് കേട്ടാലും അത് മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് എല്ലാവിധ മുസീബത്തും ആഫത്തും നീങ്ങി കിട്ടും. അപ്പം നമ്മളെന്താ നന്മ പ്രചരിപ്പിക്കാൻ നോക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.